വിളിച്ചതും പറഞ്ഞതും ആത്മീയ ലോകത്താണ്, കേട്ടതും ആത്മീയ ലോകത്താണ്. ആത്മാവിന് വയസ്സ് 50 ആത്മാവിന്റെ വയസ്സ് 50 60 100 1000 ആത്മാവ് വളരെ നേരത്തെ പടക്കപ്പെട്ടിട്ടുണ്ട്. ആത്മീയ ലോകം 4ാമത്തെ മാസത്തിൽ കുട്ടിയുടെ വയറ്റിൽ റൂഹൂദി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 4 മാസം എത്തിയ കുട്ടി, അത് ഉമ്മയുടെ വയറ്റിൽ ബോഡിപ്പണി തുടങ്ങിയതാണ്. ആ ബോഡിപ്പണി 4 മാസമായപ്പോ ബോഡിപ്പണി കഴിഞ്ഞു. ആ ബോഡിയിൽ ആത്മാവ് എന്ന ഡ്രൈവറെ കൊണ്ടുവന്ന് മലക്കുകൾ നിക്ഷേപിച്ചു. അതാണ് റൂഹൂദി എന്ന് പറഞ്ഞത്. അവിടുന്ന് അങ്ങോട്ടാണ് ആ ബോഡി പിന്നെ ചലിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഉമ്മാരോട് ചോദിച്ചു നോക്ക്, നിങ്ങളെ ബാറ്ററി ഞാൻ കിടന്ന സമയത്ത് എത്ര മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ അനങ്ങാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു. ഉമ്മാര് പറയൂ 4 മാസമായപ്പോഴാണ് അനങ്ങാൻ തുടങ്ങിയത്. ഡോക്ടർമാര് പരിശോധിച്ചിട്ട് കുട്ടിയുടെ തല തിരിച്ചാവുള്ളതുണ്ട്, ഗർഭത്തിലുള്ള കുട്ടിയുടെ തല തിരിച്ചാവുള്ളത് തന്നെ റിവേഴ്സിലാണ് നിർത്തിയത്. ഡ്രൈവർ വണ്ടി നിർത്തുമ്പോഴേ റിവേഴ്സിലാണ് നിർത്തിയത്. നമ്മുടെ നാട്ടിന്റെ അടുത്തുള്ള ഒരു തമാശക്കാരനോട് ഡോക്ടർ, ഭാര്യ ഗർഭിണിയാണ്, കുട്ടിയുടെ തല തിരിച്ചാണുള്ളത്, തല തിരിഞ്ഞിട്ടാണുള്ളത്. മൂപ്പര് ഇപ്പൊ തന്നെ തല തിരിഞ്ഞിട്ടാണെങ്കിൽ വരണമെന്നില്ല. അപ്പോ ഉമ്മയുടെ വയറ്റിൽ 4 മാസം ബോഡിപ്പണി നടന്നു. അപ്പോൾ റൂഹ് എന്ന് പറയുന്ന ഡ്രൈവറെ ആത്മാവിനെ നിക്ഷേപിച്ചു. അപ്പൊ ആത്മീയ ലോകം അത് നേരത്തെയുണ്ട്. ഇവിടെ കുറെ മുമ്പേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആത്മാവിനെ. ആ ആത്മീയ ലോകത്ത് നമ്മൾ വളരെ മുമ്പ് ജനിച്ചിട്ടുണ്ട്. ശാരീരിക ലോകത്ത് ജനിച്ചതാണ് നമ്മളിപ്പോ ഡേറ്റ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. മഖ്ദൂബ് തങ്ങളുടെ വാചകം നോക്ക് നിങ്ങൾ. അല്ലാഹു പരിശുദ്ധൻ. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. സന്മാർഗത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബീഉൽ അവ്വലിൽ അല്ലാഹു ഉദിപ്പിച്ചു. സൂര്യൻ ഉദിച്ചു എന്നാ സൂര്യൻ അന്ന് ഉണ്ടായി എന്നല്ല. രാവിലെ സൂര്യൻ ഉദിച്ചു ഇതുവരെ ഇല്ലാത്ത സൂര്യൻ ഇപ്പൊ ഉണ്ടായിന എന്നല്ല. പിന്നെ ഉള്ള സൂര്യൻ വെളിച്ചത്ത് വന്നു. അതാണ് ചന്ദ്രൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അപ്പോഴുണ്ടായി എന്നല്ല, ചന്ദ്രൻ വെളിച്ചത്ത് വന്നു എന്നാണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. ഉദിച്ചു എന്ന് പറയുമ്പോ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടാകണ്ടേ. അതുകൊണ്ടാ മഖ്ദൂബ് തങ്ങൾ പറഞ്ഞത് വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആ നബിയുടെ ആത്മാവ്, ആ നബിയുടെ പ്രകാശം അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. വസമ്മാഹു മുഹമ്മദാ. ആ നബിക്ക് അല്ലാഹു തആല മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. മങ്കൂസ് മൊയ്ദിൽ വെറുതെ പറഞ്ഞതല്ല. എന്താണ് ഇസ്ലാമിന്റെ വിഷയങ്ങളെന്നറിയാതെ, ഖുർആൻ പഠിപ്പിച്ചത് എന്താണെന്നറിയാതെ, ഹദീസ് പഠിപ്പിച്ചത് എന്താണെന്നറിയാതെ മങ്കൂസ് മൗലിദിന്റെ തുടക്കം തന്നെ പറഞ്ഞത് തെറ്റാണെന്നും കളവാണെന്നും പ്രസംഗിച്ചു നടക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് വിവരങ്ങൾ പഠിക്കാൻ ഭാഗ്യം നൽകട്ടെ, വിവരക്കേട് വിളമ്പാതിരിക്കാൻ ബുദ്ധി നൽകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓ മുസ്ലിമീങ്ങളെ, അന അവ്വലുൽ മുസ്ലിമീൻ. ഒന്നാമതായി അള്ളാഹുവിന് കീഴ്പ്പെട്ട ഒന്നാമത്തെ സൃഷ്ടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ ഹംസിയിൽ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മീയ ലോകത്ത് ആദ്യമായി പടക്കപ്പെട്ട വ്യക്തിയാണ്. ആത്മാക്കൾ ശരീരത്തിന്റെ എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പടക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ ലോകത്ത് സർവ്വ അമ്പിയാക്കളെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം സർവ്വ അമ്പിയാക്കളെയും അങ്ങ് പൊതിഞ്ഞപ്പോൾ അമ്പിയാക്കൾ ചോദിച്ചു, അല്ലാഹുവേ, ഞങ്ങളെ പൊതിഞ്ഞ പ്രകാശം എന്താണ്? അല്ലാഹ് പറഞ്ഞു, ഓ നബിമാരേ,
അതാ അവസാനം ഈ രംഗത്ത് വരുന്ന എന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണത്. ആ മുഹമ്മദ് നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമെന്നും ആ നബിയോട് നിങ്ങൾ സഹകരിക്കുമെന്നും നിങ്ങൾ കരാറ് നൽകിയാൽ നിങ്ങളെ ഞാൻ നബിമാരാക്കിത്തരാം. അതാണ് സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഇദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ അതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ. എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു കരാർ വാങ്ങിയിട്ടുണ്ട്. ഒരു നബിയും ഒഴിവില്ലാതെ നബി അലൈഹിസ്സലാം മുതൽക്ക് എല്ലാ നബിമാരോടും കരാർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രന്ഥങ്ങളും വിവരങ്ങളും ഒക്കെ തന്ന് അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് രംഗത്ത് വരുമ്പോൾ ലതൻസുറുന്ന ലതുമിനുന്ന ബിഹി വലതൻസുറുന്നഹു. ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം നിശ്ചയം, ആ നബിയോട് സഹകരിക്കണം നിശ്ചയം, ആ നബിയെ സഹായിക്കണം നിശ്ചയം. അങ്ങനെ കരാർ വാങ്ങിയിട്ടുണ്ട്. ഖാലാഖറർതും വഖൽതും അലാ ദാലികും മിസ്രി. നിങ്ങൾ കരാർ നിങ്ങൾ സമ്മതിച്ചില്ലേ, നിങ്ങൾ സമ്മതിച്ചില്ലേ നബിമാരെ, നിങ്ങൾ അംഗീകരിച്ചില്ലേ, സമ്മതിച്ചില്ലേ, നിങ്ങൾ കരാർ സ്വീകരിച്ചില്ലേ? അല്ലാഹ് ചോദിക്കുമ്പോ ഖാലു അഖറർനാ. കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും കരാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത് ഫസ്അദൂ വഅന മഅകും മിനസ് ശാഹിദീൻ. നിങ്ങളൊക്കെ സാക്ഷികളാണ്, നിങ്ങളെ കൂടെ ഞാനും സാക്ഷിയാണ്. ഓ സഹോദരന്മാരെ, ഇതെന്തൊരു സ്ഥാനമാണ്, ഇതെന്തൊരു മഹത്വമാണ്. ലോകം മുഴുക്ക സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് സൃഷ്ടിച്ച് ലോകത്ത് വരുന്ന എല്ലാവരെ കൊണ്ടും ആ നബിയെ അംഗീകരിപ്പിച്ചു. എല്ലാ പ്രവാചകന്മാരോടും കരാറ് വാങ്ങി, സർവ അമ്പിയാക്കളോടും ആദരവ് കൊടുത്ത്, എല്ലാ മഹാന്മാരോടും ആ നബിയോട് സഹകരിക്കും, ആ നബിയെ കൊണ്ട് വിശ്വസിക്കും, ആ നബിയെ പ്രകീർത്തിക്കും, ആ നബിയുടെ മഹത്വം അംഗീകരിക്കും എന്ന് കരാറ് വാങ്ങിയതിനു ശേഷമല്ലാതെ ഒരു നബിയും നബിയായിട്ടില്ല, ഒരു മഹാനും മഹാനായിട്ടില്ല. ലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റസ്വം മിനദ്ദിയബി കഅന്നഹു ശംസു ഫളിൽഹും കവാകിബുഹാ യുദ്ഹിറുന അൻവാറഹാ ലിന്നാസി ഫിൽ. സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന നക്ഷത്രങ്ങളില്ലേ, ഗോളങ്ങളില്ലേ, അവകളെല്ലാം സൂര്യൻ ഉദിച്ചപ്പോൾ അസ്തമിച്ചു പോയില്ലേ, അതിന്റെ വെളിച്ചം കാണുന്നില്ലല്ലോ. ഇതുപോലെ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് എല്ലാ അമ്പിയാക്കളും വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റസ്വം മിനദ്ദിയമീൻ. കടലിൽ നിന്ന് കോരിയെടുക്കുന്ന ഒരു കോരല് പോലെ അതാ കോരിച്ചെരിയുന്ന മഴയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് അതാ ഭൂമ്പിയെടുക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരൽപ്പാൽപ്പം ലഭിച്ച മഹാന്മാരാണ് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും കേട്ടോ. അവിടുന്ന് സൂര്യനാണെങ്കിൽ അവരെല്ലാം ആ സൂര്യനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് ഇരുട്ടിൽ വെളിച്ചം കൊടുത്ത നക്ഷത്രങ്ങളാണ്. ഇമാം ബൂസരി റഹിമഹുല്ലാഹ് വെറുതെ പറഞ്ഞതല്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നീട്ടുന്നില്ല. അവിടുത്തെ മദ്ഹ് പറഞ്ഞ് തീർക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ പ്രശസ്തി, അങ്ങയുടെ പേരും
അങ്ങയുടെ മഹത്വം നമ്മൾ ഉയർത്തിവെച്ചു നബിയെ. എത്ര എന്ന് പറയുന്നില്ല, ഉയർത്തിവെച്ചു. എത്ര എന്ന് പറയുന്നില്ല, കാരണം സൃഷ്ടികൾക്ക് അതിന്റെ പരിധി മനസ്സിലാക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, ആയത്തും ഹദീസൊന്നും വിശ്വസിക്കാത്ത മനുഷ്യന്മാരുണ്ടാവും. അതാണ് പണ്ട് കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടിയിൽ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം 988 ഡിസംബർ 31 അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് നമ്മളെപ്പോലെ മറ്റുള്ള മനുഷ്യനാണെന്ന് എഴുതിക്കളി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് എഴുതിക്കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരും ജനുവരിയിലെ പ്രബോധനത്തിൽ എഴുതി. എല്ലാം ഞാൻ അടക്കി ഒരുക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കാണിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരു പ്രബോധനത്തിൽ എഴുതി ലക്കവും പേജൊന്നും പറഞ്ഞിട്ട് അത് മുമ്പേ വളരെ മുമ്പ് വായിച്ച് തെറ്റിപ്പോണ്ട, ഒക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പ്രബോധനത്തിൽ എഴുതി മുഹീദ്ദീൻ ഷെയ്ഖ് നബിയാണ് നാം സുന്നികൾ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം ഒരു പുതിയ നബി വന്നു എന്ന് പറഞ്ഞാൽ അപ്പ കാഫറായി പോയി. അതാണ് ഖാദിയാനി കാഫറാണെന്ന് പറയുന്നത്. അപ്പൊ സുന്നികളെ മുഴുവൻ കാഫറാക്കാൻ വേണ്ടി ആരോപണം പറഞ്ഞു. നുബുവത്ത് വാദം സുന്നികളിൽ കടന്നുകൂടിയത് കാണുക. പ്രബോധനാണ് ഞാൻ വായിക്കുന്നത്. നുബുവത്ത് വാദം സുന്നികളിൽ കടന്നുകൂടിയത് കാണുക. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മൗലിദിൽ ഇപ്രകാരം പറയുന്നു: بسعيدي أنا خاتم الرسل أول الأنبياء. ഞാൻ പ്രസവിക്കപ്പെട്ടത് മുതൽ ഉപരിലോകം അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് ആദ്യത്തെ റസൂലും അവസാനത്തെ നബിയും. ഇങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുഹീദ്ദീൻ മൗലിദിലുണ്ട് എന്ന് പ്രബോധനത്തിൽ എഴുതി. ആ കൊല്ലം തന്നെ ഞാൻ ആ പ്രബോധനം, ആ ലക്കം തന്നെ, ആ മാസത്തിൽ തന്നെ കോഴിക്കോട്ട് നിന്ന് വാങ്ങി. അന്ന് മുതൽക്ക് ഇന്ന് വരെ ഏകദേശം 20-ലധികം കൊല്ലമായി ഞാൻ ആ പ്രബോധനം വെച്ചിട്ട് എല്ലാ ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാരെയും വിളിച്ച് ഇങ്ങനെ ഞങ്ങളെ മൗലിദിലുകൾ കാണിച്ചിരുന്നു. ഏതെങ്കിലും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മൗലിദിന് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ കാണിച്ചിരുന്നു ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇല്ല. അത് പച്ച കള്ള എഴുതിയതാണ്. മൗലിദിൽ അങ്ങനെയില്ല. മൗലിദിലുള്ളത് എന്താണ്? എല്ലാ ഔലിയാക്കളുടെയും പെരടി എനിക്ക് താഴ്ത്തി തന്നിരിക്കുന്നു. എന്റെ കാലത്തും ശേഷവുമുള്ള എല്ലാ ഔലിയാക്കളും എന്റെ കീഴിലാണ്. എന്നെ അവരുടെയൊക്കെ നേതാവാക്കിയിരിക്കുന്നു എന്നാണ് മാലയിൽ മൗലിദിലുള്ളത്. അതിന് പകരം എന്ത് ചെയ്തു എന്നറിയോ? ഇവരെ വകയിൽ ഒരു വരി കൊണ്ടുപോയി വെച്ചു കൊടുത്ത് കള്ളത്തരത്തിൽ പ്രബോധനത്തിൽ അനാ ഖാതിമുർ റസൂലി അവലുൽ അംബിയ എന്നാണുള്ളത്. അങ്ങനെയില്ല. ഇല്ലാത്ത പച്ചക്കള്ളം സുന്നികളെ കാഫറാക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതിയതാണ് പ്രബോധനത്തിൽ. അതേ കക്ഷികൾ തന്നെ സുന്നികളെ തകർക്കാൻ കള്ളം പറയലല്ലാതെ വേറൊരു വകുപ്പില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പറ്റി പറഞ്ഞപ്പോ എന്താണ് റസൂലുള്ളാഹിന്റെ ഒരു പവർ? അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലൈഹി. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. ഖിയാമത്ത് നാളിൽ ഉണ്ടാകും ദജ്ജാലൂന, കബളിപ്പിക്കുന്നവര്, കദ്ദാബൂന, ധാരാളം കള്ളം പറയുന്നവര്. യതൂലക്കും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉക്കും. നിങ്ങളും നിങ്ങൾ ഉപ്പാപ്പാരും കേൾക്കാത്ത പുതിയ വർത്താനം പറയും. പെണ്ണുങ്ങൾ വെളിയിൽ പോകണം, നിങ്ങൾ ഉപ്പാപ്പാര് കേട്ടിനോ? കുത്തുമ മലയാളത്തിലാക്കണം, നിങ്ങൾ ഉപ്പാപ്പാര് കേട്ടിനോ? നിങ്ങൾ ഉപ്പാപ്പാര് കേൾക്കാത്ത അങ്ങനെ പറയും. പറച്ചോല് കയ്യും കാലുണ്ട്. ഇപ്പൊ പുതിയ വാദം. ഇങ്ങനെ നിങ്ങൾ ഉപ്പാപ്പാര് കേൾക്കാത്ത പുതിയ വാദവും കൊണ്ടുവരും. അവരുടെ സ്വഭാവം കദ്ദാബൂന, ധാരാളം കളവ് പറയുന്നവരാണ്. 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇയ്യാകും വയ്യാഹും, അവരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും, അവർ നിങ്ങൾ പഴപ്പിക്കരുത്, നിങ്ങൾ അവർ ഫിത്നയാക്കരുത്, ശ്രദ്ധിക്കണം എന്ന് അവിടുന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കളവ്, പച്ചക്കള്ളം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മൗലിദിൽ ഇല്ലാത്തത് പ്രബോധനത്തിൽ എച്ചടിച്ചു വിട്ട് ഇതുവരെ തിരുത്തിയില്ല.
നിങ്ങൾ മനസ്സിലാക്കണം. തിരുത്തിയാൽ തന്നെ തിരുത്തിയതിന് വെക്കുക, എന്നാൽ കള്ളത്തിന് എഴുതാൻ പാടുള്ളൂ. സുന്നികളെ മുഴുവൻ കാഫറാണ്. ഞാൻ എന്റെ മുസ്ലിമികളോട് പറയുന്നു, ഐക്യത്തോടെ ജീവിക്കേണ്ട മുസ്ലിമീങ്ങൾ അവരെ ആര് ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അവരുടെ ആശയങ്ങളിൽ വിട്ട് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന കൂട്ടായ്മയിലേക്ക് മുസ്ലിമീങ്ങൾ വന്നു ചേരണം. ഐക്യത്തോടെ മുസ്ലിമീങ്ങൾ ജീവിക്കണം. മറ്റു സമുദായങ്ങളോട് അങ്ങേയറ്റം സൗഹാർദ്ദം കാണിക്കണം. അതാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തത്വം. അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയലല്ല. സുന്നികളെ കാഫറാക്കാൻ വേണ്ടി മുഹീദ്ദീൻ ഷേഖ് നബിയാണെന്ന് വാദിക്കുന്നു എന്ന് പച്ചക്കള്ളം പറഞ്ഞു. അതുപോലെ ഞാൻ പറയട്ടെ, ഇത്രയും താഴ്ന്ന ഒരു ആശയം നിങ്ങൾ നോക്ക്. സ്വന്തം നേതാവിനെ തള്ളിപ്പറയാ, അതും ആരെ? വറഫഅനാലക ദിക്റക. അല്ലാഹു തആല പറഞ്ഞില്ലേ, അങ്ങയുടെ പേരും പ്രശസ്തിയും നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നു നബിയെ. എത്രയാണ് ഉയർത്തിയെന്ന് പരിധി പറയുന്നില്ല. ആ നബിയെ കൊണ്ട് നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ, സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഈ എത്ര വലിയ അബദ്ധമാണ് സഹോദരന്മാരെ. ഈമാനിന്റെ വെളിച്ചം പൂർണ്ണമായി നഷ്ടപ്പെട്ട് മനുഷ്യൻ ഇരുട്ടിലായില്ലേ. ഞാനതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. എന്നിട്ട് നമ്മളെ തെറ്റിക്കാൻ എങ്ങനെയുണ്ട് വഴി നോക്കൂ. വളരെ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, സുന്നികളെ തമ്മിൽ തെറ്റിക്കാൻ എന്തുണ്ട് വഴി? അതിങ്ങനെ ആലോചിക്കണം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളെ നാദാപുരത്തിനടുത്ത് പാറക്കടവ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പാവപ്പെട്ട ഒരാൾ, മമ്മൂക്കാന്ന് അയാളെ പേര്, ചെറിയ മാനസിക രോഗിയാണ്. മൂപ്പരൻ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ കോൺഗ്രസ്സുകാരെ കൊടി കാണില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഉഷാറാവും. ഇപ്പൊ ഉഷാറ് കൂടുന്ന സമയം. അപ്പൊ എന്ത് ചെയ്തു, കോൺഗ്രസ്സുകാർ പ്രതിഷേധ പ്രകടനവും ഒരു പ്രസംഗവും നടത്തി. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ അവരാണ് എടുത്തു എന്നുള്ള നിലക്ക് ധരിച്ചു. 2 ദിവസം കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കൊടി കാണുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, കമ്മ്യൂണിസ്റ്റുകാർ ഒരു പ്രതിഷേധ പ്രകടനവും ഒരു പ്രസംഗവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മളെ മമ്മൂക്ക ബിജെപിന്റെ ഒരു കൊടിയും തലയെ കെട്ടിയിട്ട് പോന്നു. സ്റ്റേജിന്റെ അടുത്തെത്തിയപ്പോ മമ്മൂക്ക വിളിച്ചു പറഞ്ഞു, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയണ്ട, മഴച്ചാറലുണ്ടാകുമ്പോ കിട്ടുന്നത് ഞാനെടുത്ത് തലയിലിടൂന്ന് പറഞ്ഞു. ഇപ്പൊ 3 ദിവസം കൊടിയെടുത്ത് മമ്മൂക്ക അതിനങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു. ഇതുപോലെ നമ്മളെ സുന്നികളെ തമ്മിലടിപ്പിക്കുന്ന കക്ഷികളുണ്ട്. ഉള്ളിന്റെ ഉള്ളു നോക്കിയ പുത്തനാശയക്കാരനായിരിക്കും. അവൻ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കും. ഓരോ മഹല്ലത്തിലും ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളെ പറ്റി എത്ര കളവാണ് പറഞ്ഞുണ്ടാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, തങ്ങളവറുകൾ പങ്കെടുത്ത സ്റ്റേജുകളിൽ, വലിയ വലിയ സ്റ്റേജിലൊക്കെ പലപ്പോഴും അവിടുത്തെ ബർക്കത്തോട് ഞാൻ പങ്കെടുക്കാറുണ്ട്. തങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഭയങ്കര വിവാദം ഉണ്ടാക്കി, ഉള്ളാളത്ത് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ വിവാദം ഉണ്ടാക്കി. ഞാൻ അതിന്റെ സംബന്ധിച്ച് വിശദമായി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അനാവശ്യ വിവാദം ഉണ്ടാക്കിയതാണ്. ഇപ്പോ തങ്ങളെ സംബന്ധിച്ച് പച്ച കള്ളം പറഞ്ഞ് നടക്കുകയാണ് ചില പുത്തൻവാദികൾ. തങ്ങൾ മരണപ്പെട്ടുപോയ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അനാവശ്യം പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുകയാണ്. അതെന്തിന്? മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കാൻ, ഭിന്നിപ്പിക്കാൻ. നമ്മൾ പരസ്പരം ഭിന്നിക്കേണ്ടവരല്ല, ഒന്നിക്കേണ്ടവരാണ്. അത് നമ്മളെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേണ്ടവരല്ല, ചീത്ത പറയേണ്ടവരല്ല. എവിടെയും ശ്രദ്ധിക്കണം നമ്മൾ. ഇന്നമായുരീദു ശൈത്താനു ശൈത്താൻ നിങ്ങൾക്കിടയിൽ പരസ്പരം തെറ്റിക്കാനും പരസ്പരം അതേ ശത്രുതയുണ്ടാക്കാനും മാത്രമേ ശൈത്താൻ ശ്രമിക്കൂ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പലതും പറഞ്ഞുണ്ടാക്കും. കാന്തപുരസ്ഥാനിൽ ഇപ്പോൾ ഒരു സ്ഥലത്തും പോയിക്കൂടാ, സ്റ്റാൻഡിലാരെയും കൊണ്ട് എവിടെ ചെന്നാലും സുബ്ഹാനല്ലാഹ്, രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഗുളിക എന്ന് പറഞ്ഞ മാതിരി ചാനല. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ചാനലുകാരെ ഞാൻ കുറ്റം പറയല്ല, അവരുടെ ഡ്യൂട്ടിയാണ് അവർ നിർവഹിക്കുന്നത്, നമ്മളെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വേണ്ട. സഹോദരന്മാര് മനസ്സിലാക്കണം, നമ്മളെപ്പോഴും സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം, ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് യോജിക്കുന്നത് റസൂലുള്ളാഹിന്റെ വിരോധികൾ ഇഷ്ടപ്പെടൂല. യോജിക്കുന്നതിൽ അല്ലാഹുവിന്റെ റസൂലിനാണ് താല്പര്യം. റസൂലുള്ളാഹിക്ക് താല്പര്യമുള്ളതിനാണ് നമുക്കെപ്പോഴും താല്പര്യം.
لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. അല്ല പറഞ്ഞില്ലേ, സംസാരങ്ങളിൽ പല സംസാരങ്ങളിലും ഖൈറില്ല. ഖൈറുള്ള സംസാരം ഏതാണ്? ഖൈറുള്ള സംസാരം ധർമ്മം ചെയ്യാൻ കൽപ്പിക്കുന്ന സംസാരം ഖൈറുള്ള സംസാരമാണ്. നല്ല കാര്യം കൽപ്പിക്കുന്ന സംസാരം ഖൈറുള്ള സംസാരമാണ്. ജനങ്ങളെ പരസ്പരം സംയോജിപ്പിക്കാൻ, ഐക്യത്തോടെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള സംസാരം അത് ഖൈറുള്ള സംസാരമാണ്. വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ആരത് ചെയ്യുന്നുണ്ടോ ഫസൗഫ നൂതീഹി അജ്റൻ അളീമാ, അവർക്ക് മഹത്തായ പ്രതിഫലം നമ്മൾ കൊടുക്കും നബിയേ. എപ്പോഴും യോജിപ്പിന് വേണ്ടിയുള്ള സംസാരമല്ലാതെ ഐക്യത്തിന് ഞങ്ങളില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുടെ കൂടെ നമ്മൾ ഒരിക്കലും കെണിഞ്ഞു പോകരുതേ മുസ്ലിമീങ്ങളെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ, ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ, അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം മഹത്തായ പ്രതിഫലമാണ്. ആദർശപരമായി ആശയപരമായി യോജിക്കുന്നവർക്കിടയിലുള്ള ഐക്യം, അല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറയുന്നവൻ അത് തിരുത്താതെ ഐക്യമില്ല. അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കുന്നവൻ അത് നിർത്താതെ ഐക്യമില്ല. ഓ സഹോദരന്മാരെ, അവിടെ ഐക്യമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവർ തന്നെ അതിനെതിരായി, അല്ലാഹുവിന്റെ ദീനിനെതിരായി പറഞ്ഞാൽ മഹാനായ താജുൽ ഉലമ കൊന്നിപിടിച്ച് പുറത്താക്കും. അതാണ് നമ്മളെ ഭാഗത്ത് എത്രയോ പ്രസംഗം നടത്തിയിരുന്ന ഒരു ഫൈസി ഉണ്ടായിരുന്നു. നമ്മളെ സ്റ്റേജിലൊക്കെ പ്രസംഗിക്കുന്ന ഫൈസി മൂപ്പര് വന്നിട്ട് താജുൽ ഉലമയെക്കാളും മൂപ്പർക്ക് ത്വരീഖത്തിനെ കുറിച്ച് വിവരം. അങ്ങനെ ത്വരീഖത്തിനെ കുറിച്ച് മൂപ്പർക്ക് താജുൽ ഉലമയെ കാണും. നമ്മളൊക്കെ താജുൽ ഉലമയോട് ചോദിച്ചു പഠിക്കലാണ്, ദിക്ർ താജുൽ ഉലമയോട് വാങ്ങലാണ്. ഓ, സമസ്തയിലുള്ള ആളുകൾക്കൊന്നും മനസ്സിലാകാത്ത നിലക്ക് ത്വരീഖത്തിനെ പറ്റി മൂപ്പർക്ക് വിവരം. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, അതിന് നിങ്ങളെ ഈ ഭാഗത്ത് ഒരാളെ പിന്തുണയ്ക്കും. അങ്ങനെ ത്വരീഖത്തിനെ സംബന്ധിച്ച് മൂപ്പര് പ്രസംഗിക്കുന്നു. ഞാൻ അതിനെ സംബന്ധിച്ച് 9 CD രണ്ടാമതിറക്കിയുണ്ട്, ആദ്യം ഇറക്കി 5 CD ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കേൾക്കാം, മൂപ്പര് പറയും ഈ മുസ്ലിംമാരെ പോക്കൊന്നും ശരി പോരാ. അതെന്തേ? ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ചൊല്ലിയാൽ തലാഖ് 3 ചൊല്ലിയാൽ 3 പോകുന്നതാണ് ഈ ആലിമീങ്ങളൊക്കെ പറയുന്നത്. അത്ര കടുപ്പം കൂട്ടുണ്ടോന്നില്ല, അതൊക്കെ ഒപ്പിച്ച് വിടേണ്ടതാണ്. ദേഷ്യം പിടിച്ചിട്ട് തലാഖില്ല, തലാഖ് പോരാ. സുബ്ഹാനല്ലാഹ്. പിന്നെ ദേഷ്യം പിടിക്കാണ്ട് ആർക്കും തലാഖിയുണ്ടോ? ആരെങ്കിലും ഭാര്യനോട് ഭയങ്കര സ്നേഹം ഉണ്ടായിട്ട് പ്രിയപ്പെട്ട കരളയെന്ന് പറഞ്ഞ് തലാഖിയുണ്ടോ? തലാഖ് ചെല്ലിയ ദേഷ്യം പിടിക്കുമ്പോൾ തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്. തലാഖുൽ ഗുൽബാൻ, ദേഷ്യം പിടിച്ചവന്റെ തലാഖ്, ആ തലാഖ് സംഭവിക്കുമെന്നതിൽ സഹാബത്തിന്റെ ഇജ്മാ ഉണ്ടെന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തഫ്സീൽ പറഞ്ഞു. ഒരു സഹാബിക്കും തർക്കല്ല. പിന്നെ ഈജിപ്തിൽ നിന്ന് പുതിയ സാധനം കൊണ്ടുവരേ, ഈജിപ്തിൽ നിന്ന് വേറെ എന്തെങ്കിലും കൈറോന്നുണ്ടാക്കിയ സാധനം കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. സഹാബത്തിന്റെ ഇജ്മാനായിട്ട് ഇനി എതിരായിട്ട് ത്വരീഖത്തോ? അതുപോലത്തെ കുറെ യൂസുഫ് നബി നബിയല്ല. പിന്നെ യൂസുഫ് നബി ആരാ? യൂസുഫ് നബി റസൂലല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പലതും സഹോദരന്മാരെ ചിന്തിക്കണം. അപ്പോ താജുൽ ഉലമ തങ്ങളെന്ന് പറഞ്ഞു, ഗെറ്റ് ഔട്ട്. അവിടെ പിന്നെ പ്രസംഗിച്ച ആളാണോ അല്ലേന്നൊന്നും നോക്കൂല. അതാണ് അവിടെയാണ് താജുൽ ഉലമയുടെ നേതൃത്വം. അല്ലാഹു ഒരുപാട് കാലം ദീർഘായുസ് കൊടുക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അംഗീകരിക്കാത്ത കാലത്തോളം, സഹാബത്ത് പഠിപ്പിച്ച ദീൻ അംഗീകരിക്കാത്ത കാലത്തോളം അവരോട് ഐക്യപ്പെടാൻ സാധ്യമല്ല. അതേ സമയത്ത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടർന്ന് അശ്അരി മാതുരി ത്വരീഖത്ത് സ്വീകരിച്ച് സഹാബത്തിനെ പിന്തുടർന്ന് ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തുകാർ, അവര് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരസ്പരം ഭിന്നിക്കരുത്, ഐക്യത്തോടെ ജീവിക്കണം, ഐക്യത്തോടെ നീങ്ങണം.
അതാണ് പണ്ഡിതന്മാർക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം പൂർത്തീകരിക്കട്ടെ. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടിയിൽ വെച്ച് പ്രസംഗിക്കുകയാണ്. മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിക്കും എതിരായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല എന്നത് ഖുർആനിലും ഹദീസിലുമുള്ള ധാരാളം തെളിവുകൾ ഉദ്ധരിച്ച് പ്രസംഗിക്കുകയാണ്. ബുഖാരി മറിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെയല്ല. പ്രബോധനത്തിനെതിരായി സഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം, ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഇന്നീ ലസ്തു കാഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എന്തിനധികം പറയണം? യാ നിസാൻ നബി ലസ്തുന്ന കാഹദിൻ മിനൻ നിസാ, നബി തങ്ങൾ മറ്റുള്ളവരെ പോലെയല്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാര് പോലും മറ്റ് സ്ത്രീകളെ പോലെയല്ലെന്ന് പരിശുദ്ധ ഖുർആൻ സംശയത്തിനിടമില്ലാത്ത വിധം പറയുന്നു. നബിതങ്ങൾ നിക്കാഹ് ചെയ്തതോടുകൂടി ആ സ്ത്രീകൾ സാധാരണ സ്ത്രീകളല്ലാതെയായി മാറി എന്ന് പറഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിന്റെ മഹത്വം പറയണോ സഹോദരന്മാരെ? ഹസൻ മുസ്ലിയാർ ഇങ്ങനെ ആയത്ത് ഹദീസൊക്കെ ഉദ്ധരിച്ച് പ്രസംഗിക്കുമ്പോ കുഞ്ഞിക്കണ്ണൻ എന്നൊരു അമുസ്ലിം സഹോദരൻ മെല്ലെ ഇങ്ങനെ വന്ന് സ്റ്റേജിന്റെ അടുക്കൽ വെച്ച്, മുസ്ലിയാരെ നിങ്ങൾ ഖുറാനും, അയാളുടെ ഭാഷയാണ്, ഖുറാനും ഒന്നും പറയണ്ട, മുഹമ്മദ് നബി സാധാരണക്കാരനല്ലാന്ന് എനിക്കും അറിയാന്ന് കുഞ്ഞിക്കണ്ണൻ. അതെന്താന്ന് ചോദിച്ചു, ഈ പള്ളിയിൽ നിന്ന് ഒരു ദിവസം 5 നേരം മുഹമ്മദ് നബിന്റെ പേര് ഉറക്ക വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, വേറെ ആരെ പേരും അങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ അവിടുത്തെ മുജാഹിദീങ്ങൾ പറഞ്ഞു സുന്നി കുഞ്ഞിക്കണ്ണനാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ കേട്ടതാണ് സഹോദരന്മാരെ, അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കേട്ടതാണ്. ഞാൻ ആ സദസ്സിൽ ഹാജരായവനല്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. വറഫഅനാ ലക ദിക്റക, ആയത്തും ഹദീസും ഒന്നും സ്വീകരിക്കാത്തവരും ചിന്തിച്ചുകൂടെ? ലോകത്തിൽ എവിടെയൊക്കെ രാഷ്ട്രങ്ങളുണ്ടോ, എവിടെയൊക്കെ നാടുകളുണ്ടോ, അവിടെ മുസ്ലിമീങ്ങളില്ലേ? ഒരു ദിവസം 5 നേരം 10 തവണ ഒരു നേതാവിന്റെ പേര് ഉറക്കെ വിളിച്ചു പറയുന്നു, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തേതെങ്കിലും രാഷ്ട്രത്തലവന്മാരുണ്ടോ, പണക്കാരുണ്ടോ, നേതാക്കളുണ്ടോ, ഏതെങ്കിലും ഒരാളുണ്ടോ ഇങ്ങനെ പ്രശസ്തിയുള്ള ഒരു വ്യക്തി? പോരാ. ഇനി നിങ്ങൾ നോക്കൂ, അതും ഇവിടെ മഗ്രിബായിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ അപ്പുറത്തെ മഗ്രിബ്, പിന്നെ 1 മിനിറ്റ് കഴിയുമ്പോൾ അപ്പുറത്തെ മഗ്രിബ്, അങ്ങനെ ഓരോ മിനിറ്റിലും ഇവിടെ മഗ്രിബുണ്ട്. അപ്പൊ ഓരോ മിനിറ്റിലും മഗ്രിബിന്റെ ബാങ്ക് ഉണ്ട്. അപ്പൊ ഓരോ മിനിറ്റിലും റസൂലുള്ളാഹിന്റെ പേര് ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 5 മൂലയിൽ പറയുന്നുണ്ട്. ഓരോ മിനിറ്റിലും ഇവിടെ മുസ്ലിമുകൾ നിസ്കരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഓരോ മിനിറ്റിലും ആയിരക്കണക്കായ അനുയായികൾ മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സലാം പറയുന്നുണ്ട്. അങ്ങനെയൊരു നേതാവ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. ഓരോ മിനിറ്റിലും ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് സലാത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നേതാവ്. സുബ്ഹാനല്ലാഹ്, ആയത്തും ഹദീസും വേണോ ആർക്കും ചിന്തിച്ചാൽ അറിയില്ലേ എന്താണ് അവിടുത്തെ സ്ഥാനം? ഇപ്പോഴുണ്ടത് പറഞ്ഞ സ്ഥലത്തെത്തിക്കാൻ കഴിയില്ല, ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ നോക്ക്, ഇപ്പൊ അടുത്ത് ഞാൻ ഒരു മൗലവീന്റെ പ്രസംഗം കേട്ടു. ഞാനത് ഇപ്പൊ അടുത്ത് നാദാപുരത്ത് പ്രസംഗിച്ച ഗണ്ണന പ്രസംഗം കൊണ്ട് 7ാമത്തെ ഗണ്ണനം അത് ഇറങ്ങിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയാൽ നിങ്ങളൊക്കെ കേട്ടുനോക്കണം. ഇസ്തിഗാസയും ഇമാമിയങ്ങളും ഒരു വിഷയം. 2ാമത്തെ വിഷയത്തിന്റെ പേര് ഞാൻ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. 2 ദിവസം പ്രസംഗമുണ്ട്, എല്ലാവരും കേട്ടുനോക്കണം. അതിൽ നിങ്ങൾക്ക് കേൾക്കാം. ഒരു പ്രസംഗിക്കുന്ന ഒരു മൗലവി പറയുന്നു, ഖലീൽ തങ്ങൾ തങ്ങളല്ല, പാണക്കാട് തങ്ങൾ തങ്ങളല്ല. അയാൾ പറഞ്ഞതാണ് എന്നിങ്ങനെ ഇയാൾ പറയും. എന്റെ മുമ്പിൽ പറയാണ്, കാരണം അവരൊന്നും നബി കുടുംബത്തിൽപ്പെട്ടവരൊന്നുമല്ല, പിന്നെ ആദർശപരമായിട്ട് തീരെയില്ല, തീരെ ബന്ധമില്ല. ഇയാൾ എന്നെ കുറച്ചിങ്ങോട്ടെത്തിയിട്ട് പറയുന്നത് LK അഡ്വാനിയും നരേന്ദ്രമോദിയും അതുപോലുള്ള ആളുകളൊക്കെ തങ്ങന്മാരാണ്. ഞാൻ രാഷ്ട്രീയം പറയല്ല കേട്ടോ, ഇയാൾ പറഞ്ഞ വിഷയം പറയാണ്. അവർക്ക് ആദം നബിന്റെ മക്കളാണ്, അതുകൊണ്ട് തങ്ങന്മാരാണ്. അയാൾ പറഞ്ഞ അകത്ത് ആദം നബിന്റെ മക്കളൊക്കെ തങ്ങന്മാരാ, അവര് ഞാനും തങ്ങളാട്ടെ.
സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം, വെറുതെ അങ്ങ് പറയുകയല്ല. മഹാനായ അവേലത്ത് തങ്ങൾ വഫാത്തായപ്പോൾ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. തങ്ങൾ വഫാത്തായപ്പോൾ ഞാനന്ന് പരമ്പര മുറിയാത്ത നബി കുടുംബം എന്ന പേരിൽ ഒരു പ്രസംഗം നടത്തിയിട്ട് കേസറ്റ് ഇറക്കി. അന്ന് CD-ന്റെ കാലല്ല, കേസറ്റ്. അതിൽ ഞാൻ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്, അവേലത്ത് തങ്ങൾ മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പര, താജുൽ ഉലമ തങ്ങളുടെ ഉപ്പാപ്പമാരെ പരമ്പര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ളത് അവിടുത്തെ സംബന്ധിച്ച് ശിഷ്യന്മാരിറക്കിയ പുസ്തകത്തിലും മറ്റ് പല സ്ഥലത്തും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ പാണക്കാട് തങ്ങൾ, ബാഫക്കി തങ്ങൾ തുടങ്ങിയ തങ്ങന്മാര്, അവരുടെയൊക്കെ ഉപ്പാപ്പമാരെ പരമ്പര എണ്ണിപ്പറയാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അതാണ് ആ നേതാവിന്റെ മഹത്വം. 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പൊരു നേതാവ് ലോകത്ത് ജനിച്ച് ജീവിച്ച് പ്രവർത്തിച്ച് ലോകത്തോട് വിട പറഞ്ഞു, ബാഹ്യമായി വിട പറഞ്ഞു. പക്ഷേ ഇന്നും അവിടുത്തെ സന്താന പരമ്പര ലോകമൊട്ടാകെ നിറഞ്ഞു കിടക്കുന്നു. ആ സന്താന പരമ്പരകളിലുള്ളവർക്ക് അവരെ ഉപ്പാപ്പമാരുടെ പേര്, ആ നബിതങ്ങൾ വരെ ഉപ്പാപ്പമാരെ പേര് എണ്ണിപ്പറയാൻ അവർക്ക് കഴിയുന്നു. അവരിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾക്കും കഴിയുന്നു. ചോദിക്കട്ടെ, ലോകത്തിങ്ങനെ ഒരു നേതാവ് 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയൊരു നേതാവിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരാൾക്ക് ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഉപ്പാപ്പമാരെ പേര് ഒന്നും വിട്ടുപോകാതെ എണ്ണിപ്പറയാൻ കഴിയുന്നൊരു നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് സാധ്യമാണോ? പോരാ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകളിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പമാരെ പേര് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു. ആ കോടിക്കണക്കിന് മക്കളത് പഠിക്കുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര്, അവിടുന്ന് അങ്ങോട്ട് 20 ഉപ്പാപ്പമാരെ പേര് അവര് മനപ്പാഠം പഠിക്കുന്നു. നമ്മളും പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, ഞാൻ ഒരാളെ പ്രസംഗം കേട്ടു. അയാൾ പറയുന്നു, എന്തിനാണ് ഈ 20 കാഫിരീങ്ങളെ പേരിങ്ങനെ പഠിപ്പിക്കുന്നത്? ഇതൊരു മൗലവിന്റെ പ്രസംഗമാണ്. അവരോട് പറയാൻ വിഷമമുണ്ട് എനിക്ക്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ നമ്മള് മാതൃഭൂമി നോക്കി പകർത്തിയതല്ല, മനോരമ നോക്കി പകർത്തിയതല്ല, മറ്റേതോ പത്രം നോക്കി പകർത്തിയതല്ല, സിനിമ മാസിക നോക്കി പകർത്തിയതല്ല. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എവിടെ നോക്കി പകർത്തിയതാണ്? ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ലാത്ത ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ഒരു മുസ്ലിമിനും സംശയമില്ലാത്ത ഗ്രന്ഥമാണ് ബുഖാരി. ആ സഹീഹുൽ ബുഖാരി സുബ്ഹാനല്ലാഹ് 50ലധികം കൊല്ലമായില്ലേ? അതെ, 60ഓളം കൊല്ലമായില്ലേ? ആ സഹീഹുൽ ബുഖാരി താജുൽ ഉലമ തങ്ങളവர்கள் ദർസ് നടത്തുന്നു. അല്ലാഹു കാണാതെ ദർസ് നടത്തുന്നു. ഇനിയും ഒരുപാട് കാലം അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ആ സഹീഹുൽ ബുഖാരി അത് മറിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരെ പേര് അബ്ദുൽ മുത്തലിബ് മുതൽക്ക് മുഅദ്ദിനാൻ വരെ 20 ഉപ്പാപ്പമാരെ പേരും ബുഖാരിയിലില്ലേ സഹോദരന്മാരെ? ആ ബുഖാരിയിൽ പഠിപ്പിച്ചിട്ടുള്ള 20 ബാപ്പമാരെ പേര് ഇമാം ബുഖാരി കുറെ മോശക്കാരെ പേരെഴുതി വെച്ചതാണോ? അവരെല്ലാം മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തി ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ, സംശുദ്ധമായ മുതുകുകളിലൂടെ അല്ലേ റസൂലുള്ളാഹിന്റെ വരവ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ ഹംസിയിൽ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരിൽ പലരും നബിമാരാണ്. ഇബ്രാഹിം നബി നബിയാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം നബിയാണ്. അങ്ങനെ പലരും നബിമാരാണെങ്കിൽ നബിമാരല്ലാത്തവരും അവിടുത്തെ ഉപ്പാപ്പമാരിൽ ഉണ്ടെങ്കിലും ഒരൊറ്റ അവിശ്വാസിയും അക്കൂട്ടത്തിലില്ല. എല്ലാവരും ഈമാനുള്ളവർ തന്നെ, എല്ലാവരും വിജയം കൈവരിച്ചവർ തന്നെ.
അത് ഞാൻ കോഴിക്കോട്ട് നടത്തിയ പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇറങ്ങുന്ന സമയത്ത് കേട്ടോളൂ. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സകിയത്തി താഹിറ. അവിടുത്തെ ഉപ്പാപ്പമാരും ഉമ്മാമമാരും മുഴുവനും സംശുദ്ധമായ ആളുകളാണ്. അത് വെറുതെ പറഞ്ഞതല്ല. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, തിരുമദിയിലെ ഹദീസ്, മുസ്ലിമിലെ ഹദീസ്, തബറാനിയിലെ ഹദീസ്, അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇഖ്താറനി, എന്നെ തെരഞ്ഞെടുത്തതാണ് ഓരോ കബീലയായി, ഓരോ കാലമായി മാതാപിതാക്കളിലൂടെ തെരഞ്ഞെടുത്ത് വന്നവനാണ് ഞാനെന്ന് പറയുന്ന ഹദീസ് അടക്കം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, അവിടുത്തെ ഉപ്പാപ്പമാരിൽ ഒരാളും അവിശ്വാസിയില്ല, ഉമ്മാമമാരിൽ ഒരാളും അവിശ്വാസിയും പരാജയപ്പെട്ടവരുമില്ല. അവിടുത്തെ ബാപ്പയടക്കം ഉമ്മയടക്കം എല്ലാവരും വിജയം കൈവരിച്ചവർ തന്നെ. ഓ മുസ്ലിമീങ്ങളെ, 2 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠം പഠിച്ചിട്ട് 560ഓളം കിതാബ് രചിച്ചിട്ട് ഇന്നും അതാ കൈറോവിൽ പോയാൽ ഈജിപ്തിൽ പടുകൂറ്റൻ മഖബറയുള്ള മഹാനായ പണ്ഡിതൻ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പമാര് മുഴുവനും വിജയികളാണെന്ന് പറയാൻ വേണ്ടി മാത്രം 3 കിതാബുകൾ രചിച്ചിട്ടില്ലേ സഹോദരന്മാരെ? ഇമാമീങ്ങളൊക്കെയും ധാരാളം എഴുതിയിട്ടില്ലേ? ആ ഇമാമീങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പമാരെ പേര് പഠിപ്പിക്കുമ്പോ പരിഹസിക്കുകയാണ് പുത്തൻവാദികൾ. എന്തേ ഇവർക്ക് റസൂലുള്ളാഹിനോട് ഇത്ര വിരോധം? എന്തേ റസൂലുള്ളാഹിന്റെ മഹത്വം പറയുമ്പോൾ ഇത്ര വിരോധം? അതവരുടെ ഈമാനിന് സംഭവിച്ച ഹാനി തന്നെ. ഇനി നിങ്ങളോട് ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. അങ്ങനെ റസൂലുള്ളാഹിന്റെ സന്താന പരമ്പര താജുൽ ഉലമ വരെ, അതുപോലെ അതാ ഖലീൽ തങ്ങൾ വരെ, നമ്മുടെ സയ്യിദന്മാർ ഓരോരുത്തരും വരെ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ അതാ പരമ്പരയിലുള്ളവർക്ക് ഉപ്പാപ്പ വരെ പേര് പറയാൻ കഴിയുന്നതിന്റെ പുറമെ റസൂലുള്ളാഹിന്റെ പേരിന്റെ മേലെ അതാ 20 ഉപ്പാപ്പമാരുടെ പേര് സഹീഹായി വന്നത് തന്നെ, അല്ലാത്തതും റിക്കാർഡുള്ളത് തന്നെ. എന്നാ സഹോദരന്മാരെ, ഇനി നിങ്ങളൊന്ന് നോക്കൂ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിൽ വഫാത്തിനോടനുബന്ധിച്ച് എത്ര രോമം നരച്ചതുണ്ടായിരുന്നു. ആ നബി തങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്തതെങ്ങനെയായിരുന്നു? അവിടുത്തെ ഓരോ സംഗതികളും റിക്കാർഡുണ്ട്. ഏത് കാലത്ത്? സുബ്ഹാനല്ലാഹ്, ഇന്നത്തതുപോലെ കമ്പ്യൂട്ടർ യുഗമല്ല, അച്ചടി യുഗമല്ല, അതേ റഡാർ യുഗമല്ല, ഇന്നത്തെ പോലെ ക്യാമറ യുഗമല്ല, ഇന്നത്തതുപോലെ ഏത് ഫോണിലും പിടിച്ചെടുക്കുന്ന കാലമല്ല. 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ലോകത്ത് ജീവിച്ച് പ്രവർത്തിച്ചൊരു നേതാവ്, ആ നേതാവിന്റെ ഒരു ചലനം വിട്ടുപോകാതെ, ഒരു വിഷയം വിട്ടുപോകാതെ എല്ലാം കൃത്യമായി രേഖയുള്ളൊരു നേതാവ്. ചോദിക്കട്ടെ, ഏതെങ്കിലും പ്രസ്ഥാനക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഏതെങ്കിലും കക്ഷികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ തുല്യമായി മറ്റൊരു നേതാവിനെ? സുബ്ഹാനല്ലാഹ്, അതെങ്ങനെയെന്നറിയോ നിങ്ങൾ? എങ്ങനെ നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയൊരാളായിട്ട് അമേരിക്കന്റെ പ്രസിഡന്റ് ചെരുപ്പ് സമ്മാനം കിട്ടിയ ആളായാലും തിരക്കില്ല, പുതിയ സമ്മാനത്തിന് നിൽക്കുന്ന ആളായാലും തിരക്കില്ല. ഞാൻ പറയാം, അയാളോട് നമ്മൾ ചോദിക്കും ഉപ്പാപ്പാന്റെ പേരൊന്ന് ചോദിച്ചു നോക്കുക. ചോദിച്ചാൽ എത്ര ഉപ്പാന്റെ പേര് പറയാൻ കഴിയും? എത്ര അച്ഛന്റെ പേര് പറയാൻ കഴിയും? നമുക്ക് കഴിയും, എനിക്ക് കഴിയും, എന്നെ കൊണ്ട് കഴിയൂല. തങ്ങന്മാർക്ക് പറയാൻ കഴിയും, ഇങ്ങനെ എണ്ണി പറയാൻ കഴിയും. അവർ റസൂലുള്ളാഹി പറയും, അവിടെ അങ്ങോട്ട് പിന്നെ 20 പറയും, ഏറ്റവും ചുരുങ്ങിയത്. അതവരെ പവറാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ പവറാണ്, അവിടുത്തെ പവറാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അതങ്ങോട്ട് പറയുന്നതിന്റെ പുറമേ 1500ഓളം കൊല്ലം മുമ്പ് ഒരാൾ ഇവിടെ ജനിച്ച് ജീവിച്ച് പ്രവർത്തിക്കുക. ആ നേതാവിന്റെ സർവ്വചലനവും റിക്കാർഡ്, എല്ലാ വിഷയവും റിക്കാർഡ്. അത് എങ്ങനത്തെ റിക്കാർഡ് എന്നറിയോ നിങ്ങൾ? സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒറ്റ ഉദാഹരണം പറയും. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ ഹജ്ജിന് ഉസ്താദിന്റെ കൂടെ പോയപ്പോൾ 10-20 വർഷം മുമ്പ് എനിക്ക് അറഫയിൽ നിന്നൊരു ഹദീസ് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ഹദീസ് അറഫയിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് മനസ്സിലാക്കി മുഹമ്മദ് യാസീൻ അൽ ഫാദാനി എന്ന് പറയുന്ന മക്കയിൽ ജീവിച്ചിരുന്ന വഫാത്തായി പോയ വലിയൊരു മഹാപണ്ഡിതൻ,
വലിയ ഹദീസ് പണ്ഡിതൻ, 100-ലധികം വയസ്സ് ജീവിച്ച മഹാൻ. ആ മഹാന്റെ അടുക്കല് 6-7 കിലോമീറ്റർ മരുഭൂമിയിലൂടെ വെയിലത്ത് നടന്നു പോയിട്ട് ചോദിച്ച് പഠിച്ചതാണ്, വാങ്ങിയതാണ് ഈ ഹദീസ്. കാരണം ഈ ഹദീസ് അൽ ഹദീസുൽ മുസൽസലു ബി അറഫ, അറഫയിൽ കണ്ണിയായി വന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് അറഫയിൽ വെച്ച് ദുൽഹജ്ജ് 9-ന്, അതേ ദുൽഹജ്ജ് 9, അതുപോലത്തെ മറ്റൊരു ദുൽഹജ്ജ് 9-ന് സഹാബത്ത് താബീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു അറഫയിൽ വെച്ച്. അത് അവരുടെ ശിഷ്യന്മാർക്ക് അറഫയിൽ വെച്ച് ദുൽഹജ്ജ് 9-ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ മുതൽക്ക് മുഹമ്മദ് യാസീൻ അൽ ഫാദാനി തങ്ങൾ വരെ ഓരോ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്ക് ദുൽഹജ്ജ് 9-ന് അറഫയിൽ വെച്ച് പറഞ്ഞു കൊടുത്തു, ഇഹ്റാമിൽ പറഞ്ഞു കൊടുത്ത ഹദീസ്. ആ ഹദീസ് അൽ ഹദീസുൽ മുസൽസലു ബി അറഫ, അറഫയിൽ കണ്ണിയായി കോർത്തു വന്ന ഹദീസ്. ആ ഹദീസ് നിനക്ക് ഞാൻ അറഫയിൽ വെച്ച് തന്നെ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഉസ്താദ്, കാന്തപുരം ഉസ്താദ് എനിക്ക് ആ ഹദീസ് പറഞ്ഞു തന്നു. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? ഈ പാവപ്പെട്ട വിദ്യാർത്ഥിയായ ഞാൻ മുതൽ എന്റെ ഉസ്താദുമാര് മുതൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ കണ്ണി മുറിയാതെ ഉസ്താദുമാരുടെ പേര്, ഉസ്താദുമാരുടെ അഡ്രസ് പറയാൻ പാവപ്പെട്ട എനിക്ക് കഴിയുന്നു. അങ്ങനെ ഓരോ മഹാനായ താജുൽ ഉലമ സനദ് തന്ന, അതുപോലെ ഉസ്താദ് സനദ് തന്ന ഞങ്ങൾക്കൊക്കെ സാധിക്കുന്നു. എന്തുകൊണ്ട് സാധിക്കുന്നു? അതാ മഹാനായ നേതാവിന്റെ പവറാണ്. അവിടുത്തെ ശിഷ്യന്മാർ എത്ര ആയിരക്കണക്കിന് കൊല്ലം താഴോട്ട് പോയാലും അഡ്രസ് ഇല്ലാതെ പറയില്ല. ആ ശിഷ്യന്മാര് മുതൽക്ക് ആ നേതാവ് വരെ ഓരോ ഉസ്താദുമാരുടെയും പരമ്പര എണ്ണി പറയാൻ കഴിയുന്നു. എന്റെ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് താജുൽ ഉലമ, താജുൽ ഉലമയുടെ ഉസ്താദ് കണ്യത്ത് ഉസ്താദിന്റെ ഉസ്താദ് ഖുതുബിത്തങ്ങൾ. അങ്ങനെ എണ്ണിയാൽ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ നാദാപുരത്ത് എണ്ണിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് റസൂലുള്ളവരെ അക്കൂട്ടത്തിൽ ഇമാമതങ്ങൾ വരുന്നുണ്ട്, റാഫി ഇമാമതങ്ങൾ വരുന്നുണ്ട്, ഗസാലി ഇമാമതങ്ങൾ വരുന്നുണ്ട്, ഇമാം അൽ ഹറമൈനി വരുന്നുണ്ട്, ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുണ്ട്, ഹൈതമിയുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാ പണ്ഡിതന്മാരും വരുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പവർ 1500ഓളം കൊല്ലങ്ങൾക്കും ലോകത്തിന് മുഴുവനും ഗുരുവായി ജീവിച്ചൊരു നേതാവ്. ആ നേതാവിന്റെ ശിഷ്യ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുമ്പോ ആ ശിഷ്യന്മാർക്ക് എത്ര ആയിരം കൊല്ലം കഴിഞ്ഞാലും ആ ഗുരുവര്യന് വരെ ഉള്ള ഉസ്താദുമാരുടെ ഗുരുവര്യന്മാരുടെ പേര് പറയാൻ എണ്ണിപ്പറയാൻ സാധിക്കുന്നു. അവരുടെ ചരിത്രവും പറയാൻ കഴിയുന്നു. അവരെവിടെ വഫാത്തായി എന്നും പറയാൻ കഴിയുന്നു. ഇങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ലോകത്തേതെങ്കിലും പ്രത്യയശാസ്ത്രക്കാരന് കഴിയുമോ? ഏതെങ്കിലും കക്ഷികൾക്ക് കഴിയുമോ? മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിം തമദ്ദഅത്ഹു النصارى في دبيه وكن بما شئت مدحا فيه وحتكين ചൊല്ലിക്കുവാ നേതാവിന്റെ ഹദ്റത്തിലേക്ക് ഒരു സലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഈ സ്റ്റേജിൽ അഡ്വക്കറ്റുമാരുണ്ടാകും, ഡോക്ടർമാരുണ്ടാകും, സദസ്സിലുണ്ടാവും. അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മളൊന്ന് ചോദിച്ചു നോക്കുക അവരെ ഉസ്താദിന്റെ പേര്. ഒരു അഡ്വക്കറ്റിന് വേറൊരു അഡ്വക്കറ്റിന്റെ പേര് പറയാൻ കഴിയും, ഉസ്താദ്. അതിന്റെ മേലെ പറയാൻ ചിലപ്പോൾ ഒരു ഉസ്താദിനെയും കൂടി ചിലപ്പം പറയാൻ കഴിയും. അങ്ങനെ അങ്ങോട്ട് ചോദ്യം തുടങ്ങിയാലോ സുബ്ഹാനല്ലാഹ്, 1-2 ഗുരുനാഥന്മാരെ പേര് പറയാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറം പറയാൻ ബുദ്ധിമുട്ടാണ്. ഇനി 4-5 പറഞ്ഞാൽ തന്നെ പറയാൻ കഴിയുമോ? അപ്പുറം പറയാൻ കഴിയുമോ? ഡോക്ടർക്ക് പറയാൻ കഴിയുമോ? വേറെ ഒരു ശാസ്ത്രത്തിന് പറയാൻ കഴിയുമോ? അത് ഒരേ ഒരു നേതാവിന്റെ പ്രത്യേകത. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് വൈദ്യശാസ്ത്രവും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് തർക്കവിതർക്കങ്ങൾ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് വാദിക്കേണ്ടത് ഇതും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് അതൊന്നും അറിയാത്ത ആളാന്ന് തെറ്റിദ്ധരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അല്ലാഹ് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ പറയാൻ സമയമില്ല. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ
വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. കണ്ടോ എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടത്? വളരെ യുക്തിപരമായി വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വളരെ ഹിക്മത്തോടുകൂടെ ദീനിലേക്ക് ക്ഷണിക്കണം. വൽ മൗഇദത്തിൽ ഹസന, തെറി പറയരുത്, ചീത്ത പറയരുത്, തീവ്രവാദം പ്രസംഗിക്കരുത്, ഭീകരവാദം പറയരുത്, നല്ല ഉപദേശം നൽകണം, നല്ല വയല് പറയണം. തങ്ങളവറുകൾ പറഞ്ഞു നല്ല വയല് പറയണോ നിന്നോട്? എനിക്കത് പറഞ്ഞു കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷമായി. അവിടുത്തെ നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞല്ലോ. എനിക്ക് അള്ളാഹു തആല മരിക്കുന്നത് വരെ ദീനിന് ഉപകരിക്കുന്നത് പറയാൻ അവിടുത്തെ ബർക്കത്തുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം നൽകണം. എന്നിട്ടല്ല പറഞ്ഞു വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല നിലക്ക് തർക്കിക്കേണ്ടി വന്നാൽ തർക്കിക്കണം. തർക്കവും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹ് എങ്ങനെ തർക്കിക്കണോന്ന്. അവിടെയാണ് നമ്മളെ പാവം ഈ പുത്തമ്പാദികൾക്കൊക്കെ വലിയ അബദ്ധം പറ്റിയൊരു രംഗമുണ്ട്. കാരണം അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വാദപ്രതിവാദം പഠിപ്പിച്ചു കൊടുത്തു. ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർദ്, നബിയെ ചോദിക്കൂ ആകാശത്തിന്റെയും ഭൂമിയുടെ റബ്ബാരാണ് ചോദിക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തങ്ങൾ പറയുമ്പോ അവർ പറഞ്ഞു അജഅല ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ദൈവങ്ങളെയും കൂടി ഒറ്റ ദൈവമാക്കിയോ മുഹമ്മദ് എന്ന് അവർ ചോദിക്കുന്നു. അവരായിട്ട് സംവാദം നടത്തി നബിയെ. ആ സംവാദത്തിൽ തങ്ങൾ ചോദിക്കൂ നബിയെ, സംവാദത്തിൽ ചോദിക്കേണ്ട ചോദ്യം അല്ലാഹു പഠിപ്പിക്കാൻ. ഖുൽ ചോദിക്കൂ നബിയെ മർ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബ്, അത് പടച്ചു പോറ്റി വളർത്തുന്നവൻ ആരാണെന്ന് ചോദിക്കൂ നബിയെ. അങ്ങനെ ചോദിച്ചാൽ സംവാദത്തിൽ അപ്പുറമുള്ളവർ ഉത്തരം വിട്ടു. അവൻ അനുകൂലമായ മറുപടി പറയാൻ കഴിയൂല. അവന്റെ വാദം എന്താണ്? അല്ലല്ലാതെ ഇലാഹുണ്ടെന്നാണ്. അല്ലല്ലാതെ ഇലാഹുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പറ്റുന്ന ഒരു മറുപടി ആ ചോദ്യത്തിന് പറയാൻ മറുഭാഗത്തുള്ള അബൂജഹലിന് കഴിയൂല. അതുകൊണ്ട് ആ ചോദ്യം തന്നെ ചോദിക്കും. ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർദ്. സംവാദത്തിന് പോകുമ്പോ കാന്തപുര ഉസ്താദ് അതുപോലെ തങ്ങളൊക്കെ ഞങ്ങൾക്ക് ചോദ്യം പഠിപ്പിച്ചു തരാറുണ്ട്. പഠിപ്പിച്ചിട്ട് അവസാനം അവരെ വൃത്തമാക്കിയിട്ട് ആ സംവാദത്തിന് പോകാറ്. അങ്ങനെ പോയാൽ വിജയവും കൈവരിക്കാറുണ്ട്. ഇപ്പൊ ഈ ആലുവക്കടുത്ത് ഒരു സംവാദം നടന്നില്ല. എന്താ അർത്ഥം? കുന്നത്തേരി സംവാദം നടന്നു. സംവാദത്തിന് വേണ്ടി വന്ന ഹസനികളും സഖാഫികളും ഞങ്ങളൊക്കെ ഒന്നായിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ അത്തരത്തിൽ സംവാദത്തിന് പോകുന്നവരെ ടെലിഫോൺ ചെയ്തിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നെ എന്റെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വാഭാവികമാണത്. ഉസ്താദുമാരെന്ന് പഠിച്ചെന്നെ നമ്മള്, അല്ലാതെ നമുക്ക് വഹി കിട്ടിയൊന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഒട്ടാകെ പോയിട്ട് കള്ളം പറയാ. സംവാദം കഴിഞ്ഞിട്ട് കുറെ ആൾ മുജാഹിദായി. ആര് മുജാഹിദായി? കള്ളം പറയാ. കളവ് കൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനം നിലനിർത്താൻ നോക്കുക. ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. വജാദിൽഹും ബില്ലത്തി ഹസൻ, തർക്കിക്കണോന്ന് തന്നെ റസൂലുള്ളാഹിനോട്. തർക്കം എങ്ങനെ നടത്തണം? ചോദ്യം പഠിപ്പിച്ചു കൊടുക്കുക അല്ലാഹു തആല. ഖുൽ ചോദിക്കൂ നബിയെ മർ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബാരാൻ ചോദിക്കുക. അബൂജഹൽ മറുപടി പറയട്ടെ. അബൂജഹൽ ഒരു മറുപടിയും പറയാൻ കഴിയൂല. സയഖൂലുന്നല്ലാഹ്, അല്ലാഹ് പറയേണ്ടി വരും. അവൻ മറുപടി മുട്ടും. അല്ലാഹ് പറയേണ്ടി വരും. അള്ളയാണ് നിങ്ങൾ പറഞ്ഞാ പിന്നെ ചോദ്യം അന്നാ തുസ്റഫൂൻ, പിന്നെ ആ അല്ലാതെ ആരാധിക്കാൻ പിന്നെ ആരാണോ? ആ അല്ലാതെ ഇലാഹ് മറ്റാരാണ്? അന്നാ തുസ്റഫൂൻ അന്നാ തൂഫകൂൻ. അപ്പൊ ഉത്തരം മുട്ടുമ്പോ അല്ലാ എന്ന് പറയേണ്ടി വരും. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ചോദിക്കാൻ അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം. ഖുൽ ചോദിക്കൂ നബിയെ. മൗലവിമാരെന്താ മനസ്സിലാക്കിയെന്ന് അറിയോ? ഇവർ അള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നാ മനസ്സിലാക്കിയത്. ഉത്തരം മുട്ടിയിട്ട് പറഞ്ഞതാ. പിന്നെയും പണ്ടത്തെ കമ്പനി തന്നെ ഉത്തരം മുട്ടിയിട്ട് പറയാണ് അല്ലാ. അല്ലാതെ എന്ത് പറയാനാ? വേറൊരു മറുപടി പറയണ്ടല്ലേ? ഉത്തരം മുട്ടിയിട്ട് പറയാണ്. പക്ഷേ അവരുടെ കുഫറിന് മാറ്റല്ല. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് കഫറൂ ബിറബ്ബിഹിം, അവരവരുടെ റബ്ബിൽ അവിശ്വസിച്ചവരാണ്, വിശ്വസിച്ചവരാണ് നിങ്ങൾ ധരിക്കണ്ട. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ലാ യുമിനൂൻ, അവർ വിശ്വസിക്കുന്നവരല്ല. അതുകൊണ്ട് ആ നരകത്തിൽ കടന്ന് അബൂജഹലും കക്ഷികളൊക്കെ നരകത്തിൽ ഇങ്ങനെ തീ പൊള്ളിയിട്ട് സഹിക്കാൻ കഴിയാത്ത സമയത്ത് എന്തേ നരകത്തിൽ കടക്കാൻ കാരണം? അവിടെ അല്ലാഹ് പറയുന്നു ഇന്നഹു ലാ യുമിനു ബില്ലാഹിൽ അദീം, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നരകത്തിൽ കടന്നത്. അവിടെയും പറഞ്ഞ് വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് മൗലവിമാര് പറഞ്ഞെടുക്കുക അല്ലാഹുവിൽ അബൂജഹലിന് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ല പറയാ വിശ്വസിച്ചിട്ടില്ല. നരകത്തിന് വരെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കാത്തോണ്ടാണ് നരകത്ത് കടന്ന് അവരെന്നെയും സമ്മതിക്കുന്നത്. ഇവരെന്നിട്ടും സമ്മതിക്കുന്നില്ല. അബൂജഹലിനോട് ഭയങ്കര മഹബത്ത്. റസൂലുള്ളാഹിന്റെ പദവി പറയുമ്പോ നോട്ടീസും കൊണ്ട് നടക്കുക. റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് മുസ്ലിമീങ്ങളൊക്കെ പറയുമ്പോ ഒരു നോട്ടീസ്. നബിദിനം മുഹമ്മദ് നബി കഴിച്ചിട്ടുണ്ടോ? ഒരു നോട്ടീസ് കൊണ്ടില്ലേ? നാണക്കേട്. ഞാനിപ്പോ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇസ്ലാമില് ഇന്നും മുസ്ലിമീങ്ങൾ നാശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികളാണ് ഷിയാക്കൾ. ഇന്നും ജോർജ് ബുഷിന് ഇറാഖിലൂടെ
പാവപ്പെട്ട കുട്ടികളെ തലയിൽ മിസൈൽ കൊണ്ടുപോയി പതിക്കാൻ സർവ്വ സൗകര്യം ഉണ്ടായത് ഷിയാക്കളുമായി ബന്ധപ്പെട്ടിട്ടല്ലേ? ലോകൊട്ടാകെ അവരെ നാശയിലെ മുസ്ലിമുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കളെ നാശം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആ ഷിയാക്കളെ സംബന്ധിച്ച്? ഈ ഷിയാക്കളെ വാദം എന്താ? ഇത്രയും വിഡിത്തുള്ളൊരു വാദം. അവരിപ്പോ എന്താ വാദിക്കുന്നത്? ഇപ്പൊ ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ. അതിലിപ്പോ നമ്മൾ പലരും ഇങ്ങനെ ചർച്ച ചെയ്യും, ആർക്കാ വോട്ട് ചെയ്യേണ്ടത്, ആരാ ഭരിക്കേണ്ടത്. അതൊരു നല്ല ഒരു പ്രസക്തമായ ചർച്ചയാണ്. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യം ഇനി അടുത്ത 5 കൊല്ലം ആര് ഭരിക്കണം, അതൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യം ആരായിരുന്നു ഭരിക്കേണ്ടത്? ഇപ്പൊ ഒരു ചർച്ച. ആ ചർച്ച കൊണ്ട് എന്താണ് കാര്യം നാട്ടിൽ? ഇതിനാണ് നിങ്ങൾ ആ ഷിയാക്കളെ വാദം നോക്ക്. 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ആരായിരുന്നു ഭരിക്കേണ്ടത്? ഷിയാക്കൾ ഇപ്പോൾ ചർച്ച ചെയ്യാ, അന്ന് ആരായിരുന്നു ഭരിക്കേണ്ടത്? അന്ന് ഭരിച്ചത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. അതിങ്ങനെ തുടർച്ചയായിട്ട് ഭരിച്ചു. ആർക്കും തർക്കമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് തർക്കമില്ല, ഉസ്മാൻ റളിയല്ലാഹു തർക്കമില്ല, ആർക്കും തർക്കമില്ല. അവർ അങ്ങനെ തെരഞ്ഞെടുത്ത് ഭരിച്ചു. എന്നിട്ട് ഇവരിപ്പോ തർക്കിക്കുക, അന്ന് ആരായിരുന്നു ഭരിക്കേണ്ടത് എന്നൊരു ചർച്ച. എന്താണ് ഈ സമുദായത്തിന് അതുകൊണ്ട് കാര്യം കിട്ടുക? എന്താണ് ലോകത്തോട് കാര്യം കിട്ടുക? അന്നാരാ ഭരിക്കേണ്ടത് ഇപ്പൊ ചർച്ച ചെയ്തിട്ട്? എന്നാ സഹോദരന്മാര്, ഒരാൾ ചർച്ച ചെയ്ത്, ഞാൻ ചെറിയ 2 വയസ്സായ സമയത്ത് ഞാൻ എന്തായിരുന്നു കുപ്പായോ ധരിക്കണ്ടേ മുണ്ടോ ഉടുക്കണ്ടേ? 55ാമത്തെ വയസ്സിനാ ചർച്ച. ഞാൻ 2 വയസ്സുള്ളപ്പോ എന്തായിരുന്നു ഉടുക്കേണ്ടത്? ഇതുപോലത്തെ ഒരു ചർച്ചയല്ലേ അത്? എന്നിട്ട് ആ ചർച്ചയ്ക്ക് വേണ്ടി മുസ്ലിമീങ്ങൾ തമ്മിലെടുപ്പിക്കുന്നു പുത്തൻവാദികളോടും. കാര്യം നോക്ക് നിങ്ങൾ. എന്നാൽ അതിന്റെ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ നബിദിനം പാടില്ല എന്ന് പറഞ്ഞ അതേ കക്ഷികൾ ആശയാണതു. എന്താ കാരണോ? ഇവർക്ക് ചോദിക്കാനുള്ളതറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവ് കൊണ്ട് മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കൊല്ലവും എല്ലാ റബീഉൽ അവ്വലിലും എന്റെ പേരിൽ നിങ്ങൾ നബിദിനം കൊണ്ടാടണം എന്ന് മുഹമ്മദ് നബി മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? ഇതാ ചോദ്യം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇത് തന്നെയല്ലേ ഷിയാക്കളും പറഞ്ഞത്? ഷിയാക്കൾ ചോദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കണം എന്ന് മുഹമ്മദ് നബി മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എന്ന് അവർക്കും ചോദിക്കാനുള്ളത്. മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? മൊഴിഞ്ഞു പറയണമെന്നുണ്ടോ? അതാ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. മൊഴിഞ്ഞു പറയണമെന്നുണ്ടോ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് എന്താ? ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബുരി. ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും തെളിവുകളെ സംബന്ധിച്ചും നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കൂ, എന്നിട്ട് പ്രവർത്തിക്കൂ എന്ന് ഖുർആൻ പറഞ്ഞു. അതേ ഖുർആൻ തന്നെ പറഞ്ഞു കണ്ടോ നിങ്ങൾ? വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഖുർആൻ അവതരിപ്പിച്ച് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നബിയെ. തങ്ങൾ വിശദീകരിച്ചു കൊടുത്താൽ മാത്രം മതിയോ? ആ വിശദീകരണം കിട്ടിയ ആളുകളുണ്ടല്ലോ, ആ മഹാന്മാരായ മുജ്തഹിദുകൾ, അവര് ചിന്തിച്ച് മനസ്സിലാക്കുകയും വേണം. അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വഹാബികളും ഇമാമിങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കാനും തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുമാണ് ഖുർആൻ അവതരിപ്പിച്ചത്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. വെറും റസൂലുള്ളാഹിന്റെ വിവരണം മാത്രമല്ല, ആ വിവരണം അനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള സ്വഹാബത്ത് ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇമാമിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി നിയമം പറയണം. അതിനാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. അറിവുള്ളവർ പറഞ്ഞ് സ്വീകരിക്കണമെന്നും ഖുർആൻ തന്നെ പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് നോക്കൂ സഹോദരന്മാരെ, ഹദീസിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും അറിയുന്ന ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അബൂ ഉസാമ റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ പണ്ഡിതന്മാരില്ലേ, അവരതാ പറയുന്നു റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം അത് റബീഉൽ അവ്വലിൽ കൊണ്ടാടുന്നത് വലിയ പുണ്യകർമ്മം തന്നെ. അവര് രാമായണം നോക്കി പറഞ്ഞതല്ല, മഹാഭാരതം നോക്കി പറഞ്ഞതല്ല, ബൈബിള് നോക്കി പറഞ്ഞതല്ല. ഇമാമിങ്ങൾ ആ വിഷയത്തിൽ കിതാബ് തന്നെ രചിക്കുകയാണ് ഇമാം സുയൂത്തി തങ്ങൾ. എന്തുകൊണ്ട്? അവര് പറയുന്നു ഫീഹി വുലിദ്തു. തിങ്കളാഴ്ചയുടെ ബഹുമാനം പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞില്ലേ തിങ്കളാഴ്ച എന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ്. അപ്പൊ ജന്മദിനത്തിന് ബഹുമാനമുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ?
ഏതുപോലെ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ കാലശേഷം സിദ്ദീഖുൽ അക്ബർ ഭരിക്കണമെന്ന് റസൂലുള്ളാഹി മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എന്നാ ശിയാക്കളെ ചോദ്യം. എന്നാ ഓ ശിയാക്കളെ, ഏത് മനുഷ്യനും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നപ്പോൾ, ഇമാമത്ത് നിൽക്കാൻ കഴിയാത്ത അനാരോഗ്യം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് പകരം അതാ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചില്ലേ? നിശ്ചയിച്ചോ? അത് ശിയാക്കൾ പറഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സഹാബത്തും ഇമാമിങ്ങളൊക്കെ മനസ്സിലാക്കി നിസ്കാരത്തിന് റസൂലുള്ളാഹിക്ക് പകരം നിൽക്കേണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ? എന്നാൽ എല്ലാ രംഗത്തും നിൽക്കേണ്ടത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എല്ലാവരും മനസ്സിലാക്കി. അപ്പൊ ശിയാക്കളുടെ ചോദ്യം, റസൂലുള്ളാഹി മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? എന്റെ ശേഷം അബൂബക്കർ ഭരിക്കണമെന്ന് മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? അതെന്നെ ഇവരെയും ചോദ്യം. എന്ത് തിങ്കളാഴ്ച റസൂലുള്ളാഹിന്റെ ജന്മദിനമാണ്, ഈ വിളിച്ച് എന്റെ ജന്മദിനമാണ് എന്ന് മഹത്വം പറഞ്ഞിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ? തിങ്കളാഴ്ച എന്റെ ജന്മദിനമാണ് എന്നല്ലാതെ റബീഉൽ അവ്വൽ 12 നിങ്ങൾ എന്റെ ജന്മദിനമാക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയണമെന്നുണ്ടോ? ഇപ്പറഞ്ഞതിനെ മനസ്സിലാക്കിക്കൂടെ ബുദ്ധിയുള്ളവർ? ഇമാമത്ത് നിർത്തിയതിനെ മനസ്സിലായില്ലേ? സിദ്ദീഖുൽ അക്ബറാണ് ഭരിക്കേണ്ടത്. അതുപോലെ മനസ്സിലായില്ലേ ഇത്? പക്ഷെ അതിനെന്ത് വേണം? ചിന്തിക്കാൻ കഴിവുള്ള ഇമാമിങ്ങൾ. അവരെ അനുസരിക്കണമെങ്കിൽ ആദ്യം ബുദ്ധി വേണം. ബുദ്ധിയില്ലാഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അല്ലാഹു തആല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബുദ്ധിയില്ലാഞ്ഞാലുള്ള ഹാലെന്താ അറിയുന്നത്? ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾ ചെറിയ വിഷയം വലിയ വിഷയക്കുറിച്ച് ചില ആൾക്കാർ, ചെറിയൊരു വിഷയം വലിയ വിഷയക്കുറിച്ച് ചിലപ്പോൾ ചില ആൾക്കാർ. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കാന്തപുരം ഉസ്താദിന്റെ വീട്ടിൽ ഒരു MLA കയറിയത്. ആ MLA മുജാഹിദാണ്. കാന്തപുരം ഉസ്താദ് ഇങ്ങനെ അവിടുത്തെ കല്യാണത്തിന്റെ ഒന്ന് ഒരു മുജാഹിദ് MLA കയറി വന്നു കല്യാണത്തിന്. അയാൾ വന്ന് അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അയാളങ്ങ് പോവുകയും ചെയ്തു. പിന്നോട്ടാ ഒരു കൂട്ടര്, ഹേയ് കാന്തപുരത്തിന്റെ കല്യാണത്തിന് മുജാഹിദ് വന്നില്ലേ? ഉസ്താദിനോട് വെച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ഞാൻ ക്ഷണിച്ചിട്ടില്ല. അയാൾ വന്നു, അയാൾ പോയി. നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മുടെ വീട്ടിൽ വന്നാൽ മര്യാദ കാണിക്കണ്ടേ? അത് ആര് വന്നാലും കാണിക്കണ്ടേ? ക്ഷണിച്ചിട്ട് വന്നതല്ല. അതേസമയത്ത് ചിലര് കാന്തപുരം മുജാഹിദിനോട് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് മുജാഹിദ് വന്നില്ലേ? എന്റെ നാട്ടിന്റെ അടുത്ത് വന്നിട്ട് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. അതാ വലിയ സങ്കടം. ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. മുസ്ലിയാർ പറഞ്ഞു, ഞങ്ങളെ നാട്ടിലൊക്കെ ഞങ്ങളെ വീടുകൾക്ക് പഴയ കാലത്ത് ബടാപ്പുറം തന്നെ ഒരു സ്ഥലം ഉണ്ടാവും, ഒരു സ്റ്റേജ് പോലത്തെ ഒന്നുണ്ടാവും. ബടാപ്പുറം എന്നതിന് പറയാം. പഴയ കാലത്ത് മരം കൊണ്ട് നിസ്കരിക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു നിക്കാഹൊക്കെ അതിന്റെ മുകളിൽ നദിയോ നടക്കാൻ ബടാപ്പുറം നിങ്ങൾ നാട്ടിൽ പറയാം. ഇവിടെ അങ്ങനെ ഇവിടെ ഉണ്ടാ സാധ്യയില്ല. അപ്പൊ ഈ ഒരു മുസ്ലിയാർ, നമ്മളെ ബൈക്കുള്ള ഒരു മുസ്ലിയാർ, ആളെ പേരും ഞാൻ പറഞ്ഞു, മുസ്ലിയാർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, കാന്തപുരം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാന്തപുരത്തിന്റെ ബടാപ്പുറത്തും പോലും ഒരു മുജാഹിദ് ഉണ്ടായിരുന്നു. ഞാനതിന് മറുപടി പറയുമ്പോ പറഞ്ഞു, കാന്തപുരം ഉസ്താദ് പൂനൂർക്കാരനാണ്, പൂനൂര് ബടാപ്പുറം ഇല്ല, ഉസ്താദിന്റെ പോർക്ക് ബടാപ്പുറം തന്നെ ഇല്ല, പിന്നെ ബടാപ്പുറത്തും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ചെറിയ പ്രശ്നം വലിയതായി കാണും ചില ആളുകൾ. അങ്ങനെ കാണാൻ പാടില്ല. അതെന്താണ്? അത് ബുദ്ധി കുറവുണ്ടാകുന്ന സ്വഭാവമാണ്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. നമ്മളൊരു ഭയങ്കര പുര ഉണ്ടാക്കി, വലിയ ഒരു വീടുണ്ടാക്കി, ഒരു ഗ്രാനൈറ്റ് ഒക്കെ പറിച്ച് വലിയ ഒരു വീടുണ്ടാക്കി. എന്നാലും നമ്മളെ ചെറിയ കുട്ടികളുടെ LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ സ്കൂളും വിട്ട് വന്നിട്ട് അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ടാവും. ഈന്തോലേന്റെ പട്ട, കൗങ്ങിന്റെ പട്ട, അതുപോലെ ഓല, തെങ്ങിന്റെ ഓലൊക്കെ ഉണ്ടാക്കിയിട്ട് അവരൊരു ചെറിയ വീടുണ്ടാക്കി. അതിന്റെ ഉള്ളിൽ അവരൊരു കസേരയൊക്കെ ഉണ്ടാക്കി, അതിന്റെ മുകളിൽ 2 കല്ലൊക്കെ എടുത്ത് വെച്ച് അതിന്റെ മുകളിൽ ഇരിക്കൽ അവർക്ക് സന്തോഷം. കാരണം അവരെ ചെറിയ ബുദ്ധിക്ക് ആ ചെറിയതായി ഇഷ്ടപ്പെടും. ഇവരുടെ ഈന്തോലപ്പെട്ട കൊണ്ടുണ്ടാക്കിയ പുരണ്ടല്ലോ, അതിന്റെ ഒരു ചെറിയ ഓലെങ്ങാനും ഒരുത്തൻ തൊട്ടാൽ ജിഹാദായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ബാപ്പന്നെയാണെങ്കിൽ തിരക്കുള്ള ഭയങ്കര പ്രശ്നമായിരിക്കും. നേരെ മറിച്ച് ഇയാള് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുതലൊക്കെ ഉണ്ടാക്കിയ ഭയങ്കര ഒരു വലിയൊരു വീട്, അതിന്റെ മുകളിൽ ഒരു തെങ്ങ് വീണാലോ ഈ കുഞ്ഞുങ്ങൾ കൈ മുട്ടിച്ചിരിക്കും. ആ തെങ്ങ് പറയാൻ വരെ വീട് ധരിച്ചിരിക്കും. എന്താ വിഷയം? ഇവർക്ക് ചെറിയ ബുദ്ധിയാണ്. ചെറിയ ബുദ്ധിക്ക് ചെറിയ കാര്യം വലിയതാണ്, വലിയ കാര്യം ചെറുതാണ്. നമ്മളൊരു 25 ലക്ഷത്തിന്റെ കാറ് വാങ്ങി അതിങ്ങനെ പോയിക്കൊണ്ടിരുന്ന് വന്ന് നമ്മൾ കാറ് നിർത്തി, കാറിന്റെ മുകളിൽ ഒരു വെളിച്ചിൽ വീണ്, ഒരു മച്ചിക്ക വീണ്, ഒരു കരിക്ക് വീണ്, ആ കാറിന്റെ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയി. കുട്ടികള് പുരക്കുള്ള ചെറിയ കുട്ടികള് കൈ പിടിച്ച് പാന്റെ ഗ്ലാസ് പൊട്ടി, ഇയാളെ നെഞ്ചത്തിരിക്കുന്നുണ്ട്.
കുട്ടികൾ കൈമുട്ടിച്ചിരിക്കുകയാണ്. കാരണം അവരെ ബുദ്ധി അങ്ങനെയാണ്. അതേ സമയത്ത് നമ്മൾ ദുബായിൽ നിന്ന് വരുമ്പോ ഇവന് കളിക്കാൻ വേണ്ടി ഒരു കാറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 50 ഉറുപ്പ്യന്റെ ഒരു കാറ്, 150 ഉറുപ്പ്യന്റെ ഒരു കാറ്. അക്കാറിന്റെ ഗ്ലാസ് എങ്ങാനും പൊട്ടിയാലോ സുബ്ഹാനല്ലാഹ് നിലത്ത് വീടുരുത്. എന്താണ് അവൻ അതാണ് വലുത്. അപ്പൊ ബുദ്ധിയുള്ള ആളുകളാവുമ്പോ വലിയ വലിയ ബുദ്ധിയുള്ള ആളുകൾക്ക് അവർക്ക് വലിയ വലിയ വിഷയമാണ് വലിയ വിഷയമാകുക. ചെറിയ ചെറിയ ആളുകൾക്ക് ചെറിയ വിഷയമാണ് വലുതാകുക. ബുദ്ധിന്റെ വ്യത്യാസമാണ്. ബുദ്ധി എന്ന് പറഞ്ഞ വലിയൊരു വിഷയമാണ്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇമാം ജലാലുദ്ദീൻ സൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി, അബൂ സാമർ റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി, അതേ ഇമാം ഇബ്നുൽ ഹാജ് തങ്ങളുടെ ബുദ്ധി, അങ്ങനെയുള്ള ബുദ്ധിയും വിവരവുമില്ലാത്ത കക്ഷികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ്. വിവരമുള്ളവരത് അംഗീകരിച്ച് ഗ്രന്ഥം എഴുതുകയാണ്. എന്തിനധികം പറയണം, നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്. എല്ലാ പുത്തൻവാദികളും ബഹുമാനിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഇബ്നു തൈമിയ്യ വരെ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു, അമ്മ അതേ ഫതഅലീമു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വത്തിഖാദുഹു മൗസിമൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നത്, അത് ആഘോഷമായി കൊണ്ടാടുന്നതും ആദരിക്കുന്നതും യഫ്അലുഹു ബഅദുന്നാസ്, പലരും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഫലഹു അജ്റുൻ അദീബുൻ മിനല്ലാഹ്, റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവന് മഹത്തായ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. ലിഹുസ്നി ഖസ്ദിഹി വതഅലീബിഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കൊണ്ടാടുന്നവന്റെ മനസ്സിലുള്ള ഉദ്ദേശം നല്ലതാണ്, അത് റസൂലുള്ളാഹിനെ ആദരിക്കാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടത് വലിയ പുണ്യകർമ്മമാണ്, അല്ലാഹ് പ്രതിഫലം കൊടുക്കുന്നതാണെന്ന് ഇബ്നു തൈമിയ്യ വരെ എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവറ് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന മദ്ഹ് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗു ബാലിഗുൻ ശറമ ഉതീബുനാ ഫിൽ ബാൽ. മനസ്സിൽ കൊണ്ടുവന്നതിന്റെ ഒരു ചെറിയ അംശം പോലും, ലക്ഷത്തിലൊരു അംശം പോലും ഒരു പണ്ഡിതനും അവിടുത്തെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പ്രസംഗം വളരെ നേരത്തെ നിർത്തേണ്ടതായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയി. ഇപ്പൊ സമയം നോക്കിയപ്പോഴാണ് ദീർഘിച്ചു പോയത് കണ്ടു. അല്ലാഹുവേ, ഞങ്ങളെ അമൽ നീ സ്വീകരിക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, ഇവിടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ ഏത് അബൂജഹലിന് വൈമനസ്യമുണ്ടായോ, ഏത് മനുഷ്യന് വെറുപ്പുണ്ടായോ? പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, തങ്ങളെ അല്ലാഹു തആല എല്ലാവരും പുകഴ്ത്തുന്നൊരു സ്ഥാനത്ത് നിയോഗിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ വലിയ മഖാം, അൽ മഖാമുൽ മഹ്മൂദ്, അത് എല്ലാ ജനങ്ങളും എല്ലാ മനുഷ്യരും ഒരുപോലെ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാ ലോകം, പലരും വിയർപ്പിൽ മുങ്ങുന്ന ലോകം, പലരും വല്ലാതെ വിഷമിക്കുന്ന ലോകം. ആ ലോകത്ത് സഹോദരന്മാരെ ഒരാളും വിടാത്ത ലോകം. എല്ലാവരും വിഷമിക്കുന്ന സമയത്ത് ഓരോ നബിമാരെയും സമീപിച്ച് സങ്കടം പറയുമ്പോൾ ബൈനമാഹും മുസ്തഗാസൂബി ആദമ, ആദം നബിയോട് ഇസ്തിഗാസ ചെയ്യുമ്പോൾ, നൂഹ് നബിയോട് ഇസ്തിഗാസ ചെയ്യുമ്പോൾ, ഇമാം ബുഖാരി റിപ്പോർട്ടിൽ അമ്പിയാക്കളെ വിളിച്ച് ജനങ്ങൾ ഇസ്തിഗാസ ചെയ്യുമ്പോ, കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ഈ ലോകത്ത് വെച്ച് ഇസ്തിഗാസ ചെയ്യാറുണ്ട്, അമ്പിയാക്കളെ വിളിച്ച് തേടാറുണ്ട്. അതേ തേട്ടം അവിടെ വെച്ച് തേടുമ്പോ എല്ലാ നബിമാരും പറഞ്ഞേക്കുന്നത് ഒരു കേന്ദ്രത്തിലെത്താനാണ്. ആ കേന്ദ്രം റഹ്മത്തുൽ ലിൽ ആലമീൻ, സഫീഉൽ മുദ്നിബീൻ, ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് ഇസ്ഫലനാ
ഞങ്ങൾക്ക് ശുപാർശ പറയണേ നബിയേ, റെക്കമെൻഡ് ചെയ്യണേ നബിയേ. താടുകേട് ഇസ്തിഗാസ ചെയ്യുന്നു, അപേക്ഷിക്കുമ്പോ അനലഹ, ഞാൻ അതിനുള്ളവൻ തന്നെ. അത് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി സുജൂദ് ചെയ്ത് അല്ലാഹു തആല റെക്കമെൻഡിന് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ, ഇങ്ങോട്ട് നിർദ്ദേശിക്കുമ്പോൾ അവിടെ വെച്ചില്ലേ ഒരു റെക്കമെൻഡ്. ആ റെക്കമെൻഡ് നടത്തുന്ന സമയത്തോ മുസ്ലിമീകളെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ശായിറും മജ്നൂൻ, ഭ്രാന്തനായ പാട്ടുകാരൻ എന്നിവരെ പറഞ്ഞ ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കളടക്കം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാത്ത എല്ലാ മനുഷ്യരും അവിടെ വെച്ച് റസൂലുള്ളാഹിനെ പുകഴ്ത്തിപ്പോയി, റസൂലുള്ളാഹിനെ സ്തുതിച്ചുപോയി. യഹ്മദുൽ അവ്വലൂന വൽ ആഖിറൂൻ, എല്ലാവരും റസൂലുള്ളാഹിനെ പുകഴ്ത്തിപ്പോയി. ആ സ്ഥാനമാണ് അസഅയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ, എല്ലാവരും സ്തുതിക്കപ്പെടുന്ന സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം മദ്ഹ് പറഞ്ഞോ, അവിടുത്തെ പേരിൽ എത്രത്തോളം സലാത്ത് ചൊല്ലിയോ, അത്രത്തോളം അവിടുത്തേക്ക് നമ്മളെ സാധുക്കളായ നമ്മളെ ഇങ്ങോട്ട് പരിചയം ഉണ്ടാവും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നി ലഅരിഫു ഹജറൻ, എനിക്കൊരു കല്ലിനെ നല്ല പരിചയമുണ്ട്, എനിക്കൊരു കല്ലിനെ നല്ല പരിചയമുണ്ട്. ഏതാണ് ആ കല്ല്? കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ, ഞാൻ നബിയായി രംഗത്ത് വരുന്നതിന് മുമ്പ്, അഥവാ 40 വയസ്സിന് മുമ്പ് കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സലാത്ത് ചൊല്ലുന്നില്ലേ, സലാം പറയുന്നില്ലേ? ആ കല്ല് അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയാറുണ്ട് കുട്ടിക്കാലത്ത്. സുബ്ഹാനല്ലാഹ്, ഒരു മൗലവി പറഞ്ഞില്ലേ 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് അക്ബർ മൗലവി പറഞ്ഞില്ലേ, ഇസ്ലാം പ്രചരിപ്പിക്കാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു കിടക്കുന്നതിന്റെ ഇടക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സാരപ്പെടുത്തിയില്ലേ അക്ബർ മൗലവി? എന്നാ സഹോദരന്മാര്, ആ 40 വയസ്സിന് മുമ്പ് കുട്ടിക്കാലത്ത് ഇങ്ങനെ പോകുമ്പോ റസൂലുള്ളാഹി പറയുന്നത്, എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്, ആ കല്ലിനെ എനിക്ക് നല്ല പരിചയമുണ്ട്, എനിക്കറിയാം. അപ്പൊ റസൂലുള്ളാഹിന്റെ പരിചയത്തിന്റെ മാനദണ്ഡം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എത്ര സലാത്ത് ചൊല്ലുന്നുണ്ടോ, എത്ര സലാം പറയുന്നുണ്ടോ, അതിനനുസരിച്ച് ഇങ്ങോട്ട് പരിചയമുണ്ടാകും കേട്ടോ. നിങ്ങൾ സലാത്തിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അതും ഇന്ന് ലോകത്ത് ജീവിക്കുന്ന അവിടുത്തെ സന്താന പരമ്പരകളിലെ കാരണവരായ ആലിമീകൾക്ക് മുഴുവൻ നേതൃത്വം നൽകുന്ന തങ്ങളുടെ കൂടെ സലാത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന് പരിചയം കിട്ടാൻ ഏറ്റവും വലിയ കാര്യം സലാത്തും സലാമും തന്നെ. കല്ലിനെ കുറിച്ച് പറഞ്ഞില്ലേ, കരിങ്കല്ല്, ആ കല്ലിനെ എനിക്ക് നല്ല പരിചയമുണ്ട്, അതെനിക്ക് സലാം പറയുന്ന കല്ലാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ അത് നിങ്ങളെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ മജ്ലിസുകൾ നീ ദുആ ഇജാബത്തുള്ള മജ്ലിസുകളാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ധാരാളം പറയണം, ഞങ്ങൾക്ക് ധാരാളം സുന്നത്തിയുമായിട്ട് പറയണം. അതിന് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനേ, പഠിച്ച ഇൽമ് പറയാൻ ആരോഗ്യം ഏറ്റിത്തരണം റഹ്മാനേ, ദീർഘായുസ് തരണം റഹ്മാനേ, നിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും ഒറ്റക്കെട്ടാക്കി സന്തോഷത്തോടുകൂടെ നിന്റെ ദീനിനെ പ്രവർത്തിക്കാനും ഞങ്ങൾക്കും ഞങ്ങളെ നേതാക്കൾക്കും താജുൽ ഉലമ തങ്ങളവറുകൾക്കും ശൈഖുനാ ഉസ്താദ് അവറുകൾക്കും ഇവിടെ സദസ്സിൽ വന്നവരും വരാത്തവരുമായ ഞങ്ങളെ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഞങ്ങൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഉസ്താദ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവറുകൾക്കും അവരോടുകൂടെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും തരണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണം റഹ്മാനേ. തങ്ങളവരുകൾ ഉപദേശിച്ചതുപോലെ കിബിർ കൽബിൽ കടന്നു പോകാതെ, അസൂയ കടന്നു പോകാതെ, താഴ്മയോടുകൂടെ നിനക്ക് അടിമത്തം പ്രകടിപ്പിച്ച് താഴ്മയോടുകൂടി ഉടമസ്ഥനായ നിന്റെ അടുക്കലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും ചൊല്ലി ഈമാനിന്റെ വെളിച്ചത്തോടെ എത്തിച്ചേരാൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ കൊടിക്കീഴിൽ ഞങ്ങളെ ഉസ്താദുമാരോടുകൂടി, ഞങ്ങളെ ഉമ്മബാപ്പമാരോടുകൂടി, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരോടുകൂടി, ഞങ്ങളെ കുടുംബങ്ങൾ, ശിഷ്യന്മാർ, ഉസ്താദുമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരോടുകൂടി നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടിക്കീഴിൽ ഞങ്ങളെയും ഞങ്ങളെ പ്രിയം വെച്ചവരെയും ഈ നാട്ടുകാരെയും നാട്ടിന്റെ പരിസരങ്ങളിലുള്ളവരെയും ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഈ നാട്ടിൽ വന്ന ഈ വെളിച്ചം അത് നീ പുരോഗമിപ്പിച്ച് ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള സർവ്വ മുഅ്മിനീകൾക്കും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു വലിയ സ്ഥാപനമായി നീ ഉയർത്തി വളർത്തിത്തരണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിന്റെ തണലിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.